നമ്മുടെ പാലക്കാട് നിന്ന് തിരിച്ച് എന്റെ നാട് പുതുശ്ശേരിക്ക് പോകുന്ന സമയത്ത് കൂട്ടുപാത കഴിഞ്ഞിട്ട് ഞാൻ കണ്ട ഒരു ഇൻസിഡന്റ് ആണ്. നമ്മുടെ KSRTC ബസ് ഒരു ഡിവൈഡ് നമ്മുടെ ഈ പാലത്തിന്റെ സൈഡിൽ തന്നെ ഇടിച്ചു നിൽക്കണത്. അപ്പം ഞാൻ പോയി നോക്കി എന്താണ് കാരണം എന്ന്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഡ്രൈവർ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ അവിടെ കണ്ട കാഴ്ച ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളത് പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം ഒരു ഡ്രൈവർ ആൾക്ക് ഫിക്സ് വന്നു. ആൾ ഫിക്സ് വന്നതിന് ശേഷം ആൾക്ക് വേണമെങ്കിൽ ആള് എന്തെങ്കിലും സിറ്റുവേഷൻ ആയിട്ട് ആള് എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ആവുമായിരുന്നു. പക്ഷെ ആളുടെ നല്ല മനസ്സുകൊണ്ട് ആള് ശരിക്കും പറഞ്ഞാൽ തിട്ടിലിടിച്ച് വണ്ടിയാണ് നിർത്തി. അത്രയും ആ പോകുന്ന പാസഞ്ചേഴ്സിന്റെ ജീവനാണ് ആൾ രക്ഷിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ റിയൽ ലൈഫിലെ ഹീറോസിനെ നമ്മൾ കുറെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഈ സൂപ്പർമാൻ, ഹീമാൻ, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മുടെ ശരിക്കുള്ള റിയൽ ഹീറോ. കാരണം ഇത്രയും ആൾക്കാരുടെ ജീവൻ അയാൾ ആ ഒരു നിമിഷത്തിലെങ്കിലും രക്ഷിക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മനുഷ്യത്തുള്ള ഒരു വ്യക്തി തന്നെയാണ്. അയാൾ നമ്മളെ ശരിക്കും നമ്മൾ അംഗീകരിക്കേണ്ട ആൾ തന്നെയാണ്. സോ നമ്മളെല്ലാവരും ആൾക്ക് വേണ്ടി ഒരു കമന്റെങ്കിലും ചെയ്യണം സത്യം പറഞ്ഞ. കാരണം എന്റെ മനസ്സിൽ എനിക്ക് തട്ടിയതാണ് ഗൈസ്. ഞാൻ ആളുടെ തെറ്റാണെന്ന് കൊണ്ട് പോയി നോക്കിയതാണ്. പക്ഷെ എനിക്ക് കണ്ട കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കുകയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ.